വെൽക്കം ബാക്ക്. നിങ്ങളങ്ങനെ ചാറ്റ് ജി പി ടി നിങ്ങൾ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഐ വിൽ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. സോ വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് യു വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ള ടോപ്പിക്ക് പെരിമീറ്റർ ഏരിയ, ട്രയാങ്കിൾ, സ്ക്വയർ ഒക്കെ ആണല്ലോ. നമ്മൾ ലേണിംഗ് ഔട്ട്കമ്മും നമുക്കറിയാം ഈ ടോപ്പിക്കിൻ്റെ. അപ്പോൾ നമ്മളിനി പിന്നെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു പ്രോംപ്റ്റ് ഇതാണ് നല്ലൊരു പ്രോംപ്റ്റ്. ഐ ആം ടീച്ചിങ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം ഫോർ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. പ്ലീസ് ക്രിയേറ്റ് എ വർക്ക്ഷീറ്റ് സോ ദാറ്റ് ദേ വിൽ അച്ചീവ് ദ ഫോളോയിങ് ലേണിംഗ് ഔട്ട്കംസ്. സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ഡിഫൈൻ പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ലൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കി തരും. അപ്പോൾ ഈ പ്രോംപ്റ്റ് തന്നെ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഉപയോഗിക്കാം. നേരെ ഓഫ് ഹാൻഡ് ആയിട്ട് ടൈപ്പ് ചെയ്താലും മതി. ഐ ആം ടീച്ചിങ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം ഓഫ് rectangle, triangle and cuboid. Please generate a worksheet. ഇത്രയും ഒരു ലൈനിൽ പറഞ്ഞാലും മതി. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് ലേണിംഗ് ഔട്ട്കം ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നെയിമും ഡേറ്റും പെരിമീറ്റർ വർക്ക്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ളതല്ലേ. നമ്മൾ ലേണിംഗ് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത പ്രോംപ്റ്റ് ഉണ്ടല്ലോ, അതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം, നേരത്തെ ഉള്ള പ്രോംപ്റ്റ്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു അത്രയും കൃത്യമായിട്ട് വരും. എന്താണ് ഐ ആം ടീച്ചിങ്, എന്നിട്ട് ലേണിംഗ് ഔട്ട്കം കൂടെ പറഞ്ഞു. അപ്പോൾ ഉള്ള പ്രോംപ്റ്റ്, അപ്പോൾ ഉള്ള വർക്ക്ഷീറ്റ് നമുക്ക് നോക്കാം. ആ വർക്ക്ഷീറ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നെയിം, ഡേറ്റ് ഒക്കെ വന്നു. റിയൽ വേൾഡ് എക്സാമ്പിളുണ്ട്. Describe 2 real-life situations where knowing perimeter area and volume is important. Explain why these calculations are necessary. അപ്പോൾ കുട്ടികൾ ആ രീതിയിൽ ചിന്തിപ്പിക്കുന്ന പ്രോബ്ലംസ് കൂടെ കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ ചാറ്റ് ജി പി ടിയുടെ പല ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് ഓരോ സമയമായിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിയിലുള്ള കുറേ സിംബോൾ കണ്ടില്ലേ, നമുക്കിത് വേണമെങ്കിൽ സ്പീക്കറിലെല്ലാം കൂടെ വരും, റീഡ് അലൗഡ് ആവും. പിന്നെ എന്താണ്, ഇത് കോപ്പി ചെയ്യാനാണ്, ഇത് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഈ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടില്ല ഈ വർക്ക്ഷീറ്റ്, വേറെ വർക്ക്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒരു റീജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് നമ്മളടുത്ത് ചോദിക്കുകയാണ്, ഇത് ചാറ്റ് ജി പി ടിയും പഠിക്കുകയാണ്. ഇത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാം. മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടായതാണ് ചാറ്റ് ജി പി ടി. മെഷീൻ ലേൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ജനറേറ്റീവ് എ ഐയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ആൻസർ ബെറ്ററാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കി വെക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ആൻസറാണ് തരേണ്ടത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? വോളിയം കാൽക്കുലേറ്റ് സിമ്പിൾ പ്രോബ്ലം ആണ്. റിയൽ ലൈഫ് പ്രോബ്ലം കുറച്ച് രസമുള്ളതാണ്. എ സ്വിമ്മിംഗ് പൂൾ ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് ഓഫ് ഡയമെൻഷൻ ലെങ്ത് 10 meter വിത്ത് 5 meters ആൻഡ് ഡെപ്ത് 2 meters. കാൽക്കുലേറ്റ്സ് ഇസ് വോളിയം. അപ്പം ഈ രീതിയിൽ നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വർക്ക്ഷീറ്റിന് നമുക്ക് സ്കൂളിൻ്റെയൊക്കെ പേര് മേലെ കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പം ഒരു ഫീച്ചർ കൂടെ പറഞ്ഞുതരാം ചാറ്റ് ജി പി ടിയുടെ. എന്താണ് ഈ ബട്ടൺ, ഇത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ചാറ്റാണ്, പ്രോംപ്റ്റാണ്. ഈ പെൻസിൽ കൊടുക്കാൻ. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാൻ, പ്ലീസ്
include the name of the school. The name of the school, St. Joseph's Boys High School. ടെലിച്ചെറി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ വർക്ക്ഷീറ്റിൻ്റെ മേലത്തെ ലൈനിൽ ഇതുകൂടെ വരും. എന്നിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് 2 ചാറ്റ് ജി പി ടിയുടെ ഫീച്ചർ റീജനറേറ്റ് പഠിപ്പിച്ചു തന്നു, പിന്നെ എഡിറ്റിങ്ങും പറഞ്ഞു. ഹെഡിങ് വന്നില്ലല്ലോ. ഹെഡിങ് വരാത്തതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യിക്കാം. എപ്പോഴും നമുക്കിതിനെ ഇൻക്ലൂഡ് ദ നെയിം ഓഫ് ദ സ്കൂൾ ഇൻ ദ ഹെഡിങ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒന്നുകൂടെ സെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ് കേട്ടോ ചാറ്റ് ജി പി ടി. മിക്കപ്പോഴും ശരി ഉത്തരം നമ്മൾ വിചാരിച്ച പോലെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഹെഡിങ് വന്നു. നോക്കാമല്ലോ. സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ ടെലിച്ചെറി പെരിമീറ്റർ അതൊക്കെ വന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ബോൾഡായിട്ട് വലുതായിട്ട് വേണം, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് എഡിറ്റ് ചെയ്യണമെന്നില്ല, അടുത്തൊരു ചാറ്റായിട്ട് കൊടുക്കാം. പ്ലീസ് സെൻറ്റർ ദി ഹെഡിങ്. Top the worksheet and make it bold. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്താൽ മാത്രമേ അത് ഇതാവത്തുള്ളൂ. അപ്പോൾ ഇതൊരു ലാറ്റക്സ് ഫയലായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. മനസ്സിലായില്ലേ? ഇതൊരു കോഡ് പോലെ ആയിട്ട് വന്നു. ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ റീജനറേറ്റ് ചെയ്യിക്കാം. So play around with it so that you will get better and better results. So let us go back to our presentation. അപ്പോൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നോ അത്രയും കൃത്യമായിട്ടുള്ള ഉത്തരം തരും. നമ്മൾക്ക് ഇതിന് പകരം ഇവർ മെമ്മറിയിൽ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ റെക്ടാങ്കിളും ട്രയാങ്കിളും ഒന്നും പറയണമെന്നില്ല. ഐ ആം ടീച്ചിങ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം എന്ന് മാത്രം പറയാം. 5th സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ടിയില്ല. പ്ലീസ് ക്രിയേറ്റ് എ വർക്ക്ഷീറ്റ് എന്ന് മാത്രം പറയാം. അപ്പോൾ ഒരു വർക്ക്ഷീറ്റ് കിട്ടും. പക്ഷെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ അതിനടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടും. അതിനേക്കാൾ വേറെ ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് എക്സസൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് എനിക്കത് നമ്മളെ പോർട്ടലിൽ ഇതിൻ്റെ ഉത്തരം ഒരു PDF ഫയലായിട്ട് എഴുതണം. ക്രിയേറ്റ് എ വർക്ക്ഷീറ്റ് ഫോർ ഫിഫ്ത്ത് ഗ്രേഡ് സ്റ്റുഡൻസ് ഓൺ ദ ടോപ്പിക് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം. ദ വർക്ക്ഷീറ്റ് ഷുഡ് ഇൻക്ലൂഡ് നെയിം, ഡേറ്റ് ഓഫ് സബ്മിഷൻ, ഡെഫിനിഷൻ ഓഫ് പെരിമീറ്റർ. നമ്മളപ്പം വർക്ക്ഷീറ്റിൽ തന്നെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഡെഫിനിഷൻ ഓഫ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം കുട്ടികൾക്ക് ഓർത്ത് വെക്കണമെന്നില്ല. എന്നിട്ട് പിന്നെ എക്സസൈസസ്. സോ ട്രൈ ദിസ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ യു ആർ ഫേസിങ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് സം ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ, ഇത് വെച്ച് കിട്ടിയ വർക്ക്ഷീറ്റ് ജനറേറ്റ് ചെയ്ത് PDF ഫയലായിട്ട് നമ്മളെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യുക. സോ ഹാപ്പി ക്രിയേറ്റിംഗ് വർക്ക്ഷീറ്റ്സ്. വർക്ക്ഷീറ്റ്സ് വിൽ റിയലി make students enjoy their learning. Thank you.